ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ മലയാളമാണ് കേട്ടോ. അത് കേരള പാഠാവലി. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തു. ഇനി അതിന്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തു അല്ലേ. അത് കാണാത്തവര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടുന്നതാണ്, അത് കാണുക കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക് എന്താണെന്നത്. വീടിന്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ പരിചയപ്പെട്ടില്ലേ. വീടിന്റെ തിണ്ണയിലിരുന്ന് എന്താണ് മഴ കാണുന്ന കുട്ടീനെ നമ്മൾ എന്താണ് ഫസ്റ്റിൽ തന്നെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. കാട്ടിൽ മഴ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം ആവും, എന്താണ് ഈ കാട്ടിൽ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ ഒന്ന് നോക്കാം നമുക്ക്. ഈ ലേഖനം വായിക്കാം. കാട്ടിലെ മഴ എന്താണ്? കാട്ടിലെ മഴ. ഇതുവരെ നമ്മൾ നാട്ടിലെ മഴയാണ് ആസ്വദിച്ചു ഉണ്ടാക്കിയതൊക്കെ അല്ലെ. ഇനി കാട്ടിലെ മഴ നോക്കാം നമുക്ക്. ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു. ഇന്നലെ കാട്ടിൽ എന്താ കന്നിമഴ? കന്നിമഴ പറഞ്ഞാൽ ഫസ്റ്റ് വേനലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മഴ അല്ലെ. അതാണ് പിന്നെ മഴക്കാലം തന്നെ അല്ലെ. അപ്പൊ എന്താണ് ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു അല്ലെ. ഫസ്റ്റ് തന്നെ മഴ പെയ്തു. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു. പുഴ നന്നേ മെലിഞ്ഞു. പച്ചയ്ക്ക് വിളർച്ച. തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ്. എന്തൊക്കെയാണ് അവിടെ? കനുത്ത വേനലിലാണ് നീർച്ചാലുകളൊക്കെ എന്താ വറ്റി വരണ്ട്. തോടും ഇതൊക്കെ എന്താണ് വറ്റി വരണ്ടിക്കാണ് അല്ലെ. വെള്ളമൊന്നുമില്ല. പുഴയാണെങ്കിൽ നന്നേ മെലിഞ്ഞു പറഞ്ഞാൽ എന്താ പുഴയൊക്കെ നല്ല പരന്നൊഴുകുന്നായിരുന്നു അല്ലെ. അപ്പൊ എന്താ ഇപ്പൊ തീരെ ഇല്ല, മെലിഞ്ഞെടുക്കുക, അതായത് വെള്ളം തീരെ ഇല്ലാന്നല്ലേ. പച്ചയ്ക്ക് വിളർച്ച. പച്ചയ്ക്ക് എന്താ പച്ചയൊന്നും ഇല്ല അല്ലെ. തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പാണ്. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് ആദ്യം ആരും ഒന്നും ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു. മലമുഴക്കിയും പിന്നെ മണ്ണട്ടകളൊക്കെ ശ്രദ്ധിച്ചു അല്ലെ. കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്ന് നിറഞ്ഞത് പെട്ടെന്നായിരുന്നു. എന്താണ്? കുന്നിൻ മുകളിൽ എന്താ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്കാണ് ഈ മഴമേഘങ്ങൾ വന്ന് നിറഞ്ഞത് പെട്ടെന്നായിരുന്നു അല്ലെ. കാറ്റിൽ മഴയിരമ്പോ. എന്താണ്? കാറ്റിലാണെങ്കിൽ എന്താണ് ഒരു മഴയിരമ്പാണ് അല്ലെ. കേട്ടപ്പോൾ കരിയിലകളുടെ കലപിലയാണെന്ന് കരുതി. എന്താ ഈ മഴേന്റെ ഇരമ്പ് കേട്ടപ്പോ എന്താണ് ഈ കരിയിലകളുടെ കലപിലയാണെന്ന് ആദ്യം കരുതി അല്ലെ. കൊമ്പുകളെ പിടിച്ചു കുലുക്കി കാറ്റ് കടന്നു പോയപ്പോൾ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട്. കൊമ്പുകളെ പിടിച്ചു കുലുക്കി കാറ്റ് കടന്നു പോയപ്പോൾ നല്ല കാറ്റാണ് അടിച്ചില്ലേ. അപ്പൊ എന്താണ് എവിടെയോ പെയ്യുന്നുണ്ട്. കാറ്റിന്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളും എത്തി. കാറ്റിന്റെ രണ്ടാം വരവ്, ആദ്യത്തെ കാറ്റ് കടന്നു പോയില്ല, കാറ്റിന്റെ രണ്ടാം വരവ് വന്നപ്പോ എന്താ ആദ്യ തുള്ളികളും എത്തി അല്ലെ. ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ച്. എന്താ ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ച് പറഞ്ഞാൽ എന്താ മഴത്തുള്ളികള് ഇലന്റെ മേലെ തന്നെ വീട് അല്ലെ. താഴോട്ടേക്ക് വീഴാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇലന്റെ ഇടയിൽ നിന്ന് പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങില്ലേ. പിന്നെ എന്താക്കി ആകാശവും ഇലകളൊക്കെ കാട്ടിലേക്ക് പെയ്തിട്ട്. ആദ്യം മഴ പെയ്യുമ്പോ നമ്മൾ മരത്തിന്റെ ചോട്ട് നിന്നാൽ മരത്തിന്റെ ചോട്ടിൽ വെള്ളം കിട്ടൂല അല്ലെ. കാരണം എന്താണ് മഴ ആദ്യം ഇല പിടിച്ച അവിടെ കുറച്ച് നിൽക്കാൻ നോക്കൂ അല്ലെ. പിന്നെ ഒക്കെ നനച്ച് താഴോട്ടേക്ക് വെള്ളം വരും അല്ലെ. പിന്നെ ആകാശവും ഇലകളും ഒക്കെ കാട്ടിലേക്ക് പെയ്തിറങ്ങി. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഇരുട്ടായിണ്ട് അല്ലെ. വീണു തുടങ്ങിയ കാട്ടിൽ എന്താ ഒരു ഒളിക്കാൻ ഒരു സ്ഥലം കണ്ടെത്താൻ എന്താക്കി ഏറെ ബുദ്ധിമുട്ടി. പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ. പുഴേന്റെ സൈഡിൽ ഒരു പാറക്കെട്ടുകൾക്ക് ഉണ്ട് അല്ലെ. ഇതിന്റെ ഇടയിൽ എന്താ വലിയൊരു ഗുഹ ഉണ്ട്, സാമാന്യം വലിയൊരു ഗുഹ. അതിന്റെ സുരക്ഷിതത്തിൽ ചുള്ളി വിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു അല്ലെ. എന്താണ് അതിന്റെ സുരക്ഷിതത്തിൽ എന്താണ് അവിടെ വിറക് ഇങ്ങനെ കത്തിച്ച് അല്ലെ. ചൂടിന് വേണ്ടിയിട്ട് വിറക് കത്തിച്ച്. അപ്പൊ വിറക് കത്തിച്ചപ്പോ എന്താണ് പുറത്ത് കാറ്റിന് ഭയങ്കര പേ പിടിച്ചു തുടങ്ങിയിരുന്നു, ഭയങ്കര കാറ്റടിച്ചു തുടങ്ങിയിരുന്നു അല്ലെ. എവിടെയോ മരങ്ങൾ ഒടിഞ്ഞു അമരുന്നതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലെ. മരങ്ങളൊക്കെ വീഴുന്നുണ്ട് അല്ലെ. മൃഗങ്ങളുടെ അപായ സൂചനകളുണ്ട്, ചിഹ്നം വിളികളുണ്ട് അല്ലെ. ആനകളൊക്കെ ചിഹ്നം വിളിക്കുന്നുണ്ട്. കനത്ത കാലടികൾ കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിന്റെ പ്രതിധ്വനി അല്ലെ. പ്രതിധ്വനിയൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെ. മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു. മഴത്തുള്ളിന്റെ സംഗീതം, ആദ്യത്തെ മഴത്തുള്ളികളൊക്കെ നമ്മൾ നല്ല ആസ്വദിക്കൂലേ. പിന്നെ എന്താ ഭയങ്കര മഴ കൊണ്ട് പെയ്യൂലേ. ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു, വലിയ മഴയായി മാറിക്കഴിഞ്ഞില്ലേ. മണ്ണട്ടകൾ എപ്പോയോ പാട്ട് നിർത്തി. എന്താണ് മണ്ണട്ടകൾ എപ്പോയേ എന്താ പാട്ട് നിർത്തി അല്ലെ. അപായ സൂചനകളില്ല, ചിഹ്നം വിളികളില്ല, കാൽപെരുമാറ്റങ്ങളില്ല. കാറ്റിന്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം. ഒപ്പം എന്താണ് ഇപ്പൊ അപായ സൂചനയും ഇല്ല, ചിഹ്നം വിളിയും ഇല്ല, പെരുമാറ്റങ്ങളൊന്നുമില്ല അല്ലെ. ആരും ഇല്ല അവിടെ. കാറ്റിന്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രമാണ് ഇപ്പൊ കേൾക്കുന്നത്. പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു. ഇപ്പൊ പുഴ എന്തായി മഴയതപ്പം വെള്ളമൊക്കെ വന്നു അല്ലെ. പുഴയുടെ നിറം തുടുത്തു. കുന്നിലും മേട്ടിലും നിന്നായി നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് അല്ലെ. ഇപ്പൊ കുന്നിന്നൊക്കെ ആയിട്ട് കുറെ വെള്ളം ആ മുകളിൽ നിന്നൊക്കെ കൂടെ ഇറങ്ങി വരുമല്ലോ. അപ്പൊ എന്താണ് കുറെ നീർച്ചാലുകൾ എന്താണ് പുഴയിലേക്ക് വരുന്നുണ്ട് അല്ലെ, അരിച്ചിറങ്ങുന്നുണ്ട്.
ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവ് ഉദിച്ചതോടെ കാഴ്ചകളുമായി. ഇപ്പൊ ഇരുട്ടിൽ എന്താ ശബ്ദം മാത്രമായിരുന്നു അവ അല്ലെ. അപ്പൊ നിലാവ് വന്നപ്പോ എന്തായി, അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കാഴ്ചകളായി അല്ലെ. നിലാവ് പറഞ്ഞാൽ എന്താ, ചന്ദ്രൻ ഉദിച്ചപ്പോ അല്ലെ. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി അല്ലെ. മരങ്ങളിൽ എന്താണ് നിലാവ് മരങ്ങളിലൊക്കെ നിലാവിന്റെ ആ വെളിച്ചം തട്ടിയപ്പോ എന്തായി, മഴയ്ക്ക് നിറക്കൂട്ടായി അല്ലെ. മഴനെ കാണാൻ നല്ല ഭംഗിയായി. പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങളുടെ കൂട്ടുണ്ട്. മാർന്ന മഴയ്ക്ക് പുഴയുടെ പാശ്ചാത്തലവും മിന്നാമിനുകളുടെ അലങ്കാരവും അല്ലെ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു അല്ലെ. ഇടിമിന്നൽ വരുന്നുണ്ട് അല്ലെ, അതെന്താക്കി ഇടയ്ക്ക് കാട്ടിൽ വന്നിട്ട് എന്താ പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ച് ഈ ഇടിമിന്നലുകൾ അല്ലെ. മഴയ്ക്ക് മുമ്പേ നിലാവ് പെയ്തു തീർന്നു. മഴയ്ക്ക് മുമ്പേ എന്തായി, നിലാവൊക്കെ പോയി അല്ലെ. മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടിയില്ലേ. മഴ നിന്നതോടുകൂടി എന്തായി, കാടിനും പുഴയ്ക്കും ഒക്കെ അവരുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി. പുലർന്നതോടെ വർണ്ണങ്ങളും കിട്ടി അല്ലെ. കാട്ടിൽ കന്യമായ യൗവനമാണ് കൊണ്ടുവരുന്നത് അല്ലെ. കാട്ടിൽ എന്താണ്, ഈ ഫസ്റ്റത്തെ മഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാവുന്നു. പുഴ എന്താണ്, ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാവുന്നു അല്ലെ. മെലിഞ്ഞ പുഴയായിരുന്നു, ഇപ്പൊ എന്താ മഴ പെയ്തപ്പോ എന്തായി, സുന്ദരിയായി മാറി അല്ലെ. കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു. എന്താണ്, കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിലൊക്കെ എന്താണ്, ഇപ്പൊ പുല്ലൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിളർച്ച വീണ്ടും പച്ചയാകുന്നു. വിളർച്ചയൊക്കെ പച്ച കളറാവുകയാണ് അല്ലെ. പച്ച തളിരിന്റെ ചുവപ്പാകുന്നു അല്ലെ. അതെന്താ, ഇലകളിൽ ചോരുന്ന ആകാശം എന്നുള്ളതിന് ഈ സോമനാഥ് എഴുതിയതാണ് കേട്ടോ. അപ്പൊ ഈ കഥ ഇഷ്ടമായ നിങ്ങൾക്ക്, നല്ല കഥയായിരുന്നു അല്ലെ. അപ്പൊ ഫസ്റ്റിന് തന്നെ എന്താണ്, കാട്ടിൽ മഴ പെയ്തതാണ് പറയുന്നത് അല്ലെ. നോക്കാം, കണ്ടെത്താൻ പറയാം, എഴുതാം. പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ. മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളോടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക, അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കുകയും ചെയ്യുക കേട്ടോ. എന്നിട്ട് എഴുതി വെക്കുകയും ചെയ്യുക. ഇനി മഴയഴക്. മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ. എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്ന് വെച്ചു മുറികൾ, കെട്ടി വെട്ടേറ്റ കാടുകൾ. പി കുഞ്ഞിരാമൻ നായർ എഴുതിയതാണ് അല്ലെ. അപ്പൊ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചല്ലോ അല്ലെ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എന്താണ്, മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റമാണ് കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് അല്ലെ. ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി. നമ്മളിവിടെ മഴ പെയ്തപ്പോൾ ആദ്യം ഇപ്പൊ ഭയങ്കര ചൂടും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമാണല്ലേ. അപ്പോഴാണ് നമുക്ക് ഇപ്പൊ നല്ല മഴയൊക്കെ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റിൽ മഴ പെയ്തപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും എന്തൊക്കെയാ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചിന്തിച്ചു നോക്കൂ. കേട്ടോ, അത് എന്താ, ആ മാറ്റങ്ങളെ കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കുക കേട്ടോ. നിങ്ങൾക്ക് കണ്ടത്, നിങ്ങൾക്ക് അറിയുന്നതൊക്കെ, അതായത് നിങ്ങൾക്ക് വീടിന് ചുറ്റും നിങ്ങൾക്ക് എന്തൊക്കെയാ മാറ്റങ്ങൾ ഉണ്ടായുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് എഴുതുക. ഓക്കെ, അതൊക്കെ നല്ല ഭംഗിയിൽ നിങ്ങൾ എഴുതുക. നിങ്ങൾക്കറിയാം നിങ്ങളെ വീടിന് ചുറ്റും എന്തൊക്കെയാ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നുള്ളത്. അതൊക്കെ എഴുതുക കേട്ടോ. എന്താണ് പുല്ല് മുളച്ചതും അതുപോലെ എന്താണ് എന്തൊക്കെ ഉണ്ടാവും അല്ലേ, നമുക്കെന്നെ അറിയാൻ കഴിയാം. ആ ഉണങ്ങി കിടക്കുന്ന സമയമായിരുന്നു അല്ലേ. അപ്പൊ മഴ പെയ്തപ്പോൾ നല്ല പുൽനാമ്പുകൾ കിളിർത്തതൊക്കെ എഴുതാം. ഓക്കെ, ഇനി ഒറ്റയ്ക്കും കൂട്ടായും. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ എന്താണ്, ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് ചർച്ച ചെയ്ത്. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. എന്താണ്, ഒളിച്ചിരിക്കാൻ ഒരിടം എന്നുള്ളത് ഒളിയിടം എന്നാണ് മാറ്റിയത് അല്ലെ. അതിന്റെ വ്യത്യാസം എന്താന്നുള്ളത് ചർച്ച ചെയ്യുക. കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക കേട്ടോ. മിണ്ടിയും പറഞ്ഞു. കടുത്ത വേനലിന് ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി. മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, എഴുതി നോക്കുക. കടുത്ത വേനലിന് ശേഷം മഴ വന്ന് കാടിനെ മനോഹരമാക്കി അല്ലെ. അങ്ങനെ ആ മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എന്ന് എഴുതി നോക്കുക. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗമൊക്കെ നിങ്ങൾ എന്താക്കുക, മനസ്സിലാക്കുക കേട്ടോ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ, നല്ല കഥയാണ് അല്ലേ. അപ്പം ടീച്ചർ അടുത്ത ഭാഗം എന്താണ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.